മലയാള സിനിമാ ലോകത്തിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം ഇപ്പോൾ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിഷയം മലയാള സിനിമാ ലോകത്തേക്കുള്ള മാധ്യമങ്ങളുടെ ശ്രദ്ധ വീണ്ടും എത്തിച്ചിരിക്കുകയാണ്. മലയാളത്തിലെ ഏറ്റവും പ്രമുഖനായ നടൻ ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തടക്കമുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലയാള സിനിമയിലെ ലഹരി ഉപയോഗം വലിയ ചർച്ചകൾക്കാണ് വഴിയൊരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറെ നാളായി പുറത്തു നിന്നുള്ള വിമർശനങ്ങൾ മാത്രമായിരുന്നു ഇതിൻ്റെ പേരിൽ ഉണ്ടായിരുന്നതെങ്കിൽ അടുത്ത കാലത്തെ സംഭവ വികാസങ്ങൾ കേസുകളിലേക്കും രൂക്ഷമായ വിമർശനങ്ങളിലേക്കും ഒക്കെയാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോ താൻ രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പോലീസിനോട് തുറന്നു സമ്മതിച്ചിരുന്നു. നടി വിൻസി അലൂഷ്യസ് നൽകിയ പരാതിയിൽ താരത്തിനെതിരെ അമ്മ സംഘടന ഉൾപ്പെടെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി താക്കീത് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ വിൻസി പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച ലഹരിയുടെ സ്വാധീനത്തിൽ അപമര്യാദയായി പെരുമാറിയെന്നായിരുന്നു നടനെതിരായ ആക്ഷേപം. ഈ ആരോപണത്തിൽ പോലീസിന് കേസെടുക്കാൻ സാധിച്ചിരുന്നില്ല. എന്നാൽ കൊച്ചിയിലെ ഹോട്ടലിൽ പരിശോധനയ്ക്ക് എത്തിയ സമയം ഷൈൻ ടോം ചാക്കോ ഇറങ്ങിയോടിയ സംഭവത്തിൽ പോലീസ് താരത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത്. വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുകയാണ് ഇപ്പോൾ സംവിധായകനും ഫെഫ്ക ഭാരവാഹിയും കൂടിയായ ജോസ് തോമസ്. ലഹരി വിഷയത്തിൽ ഷൈൻ ഒറ്റയ്ക്കല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷൈൻ ടോം ചാക്കോ മൊത്ത സിനിമാ വ്യവസായത്തെയും നാണം കെടുത്തിയെന്നും എങ്കിലും താരത്തോട് സഹതാപം മാത്രമാണ് ഉള്ളതെന്നും ജോസ് തോമസ് തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നുണ്ട്. മലയാളത്തിലെ മുൻനിര താരം ലഹരിക്കടിമയാണെന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കറിൻ്റെ ആരോപണം ജോസ് തോമസും ശരിവെച്ചു. കൂടാതെ ഒരു മുതിർന്ന നടനും അതേ പാതയിലാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ജോസ് തോമസിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മാധ്യമങ്ങൾ നിറയെ ഷൈൻ ടോം ചാക്കോയെ കുറിച്ചുള്ള നിറം പിടിപ്പിച്ച വാർത്തകളാണ്. 10 വർഷം മുമ്പ് കൊക്കെയിൻ കേസിൽ അകത്താകേണ്ടിയിരുന്നു. ഇവിടുത്തെ പോലീസ് തെളിവുകൾ ശേഖരിക്കുന്നതിൽ കൃത്യത പുലർത്താത്തത് കൊണ്ട് ഷൈൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ്. വീണ്ടും അതേ പാത പിന്തുടർന്ന് പോവുകയാണ് അദ്ദേഹം. ഈ ചെറുപ്പക്കാരൻ സിനിമയിൽ വേണോ വേണ്ടയോ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. പല ചാനലുകളും സിനിമാ സംഘടനകൾക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടെ സംഘടനകൾ ലഹരി ഉപയോഗിക്കുന്ന നടീ നടന്മാർക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നതായിരുന്നു അത്. സംഘടനകൾക്ക് ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ എന്താണ് അവകാശം? മാറ്റി നിർത്തുന്ന ചില നടപടികളല്ലാതെ മറ്റൊന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല. അതിന് ചില സാമൂഹ്യ പ്രതിബദ്ധത ചൂണ്ടിക്കാട്ടി ഇറങ്ങും ചിലർ. പണ്ട് തിലകനെ വിലക്കിയില്ലേ, മറ്റു ചില സംവിധായകരെ വിലക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ രംഗത്തെത്തുക. സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ അവരെ വിലക്കും. അത് സാധാരണമാണ്. ഇക്കഴിഞ്ഞ ദിവസം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഷൈനെ വിളിച്ചു വരുത്തിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മാധ്യമപ്പട തന്നെ അവിടെ കൂടിയിരുന്നു. അവിടേക്ക് അമ്മയുമായാണ് ഷൈൻ വന്നിറങ്ങിയത്. സഹോദരനും കൂടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഞാൻ ആ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവർ തല കുനിച്ചുകൊണ്ടാണ് പോകുന്നത്. ഒരു മകൻ ജനിച്ചപ്പോൾ അവൻ ജീവിതത്തിൽ ഷൈൻ ചെയ്യട്ടെ എന്ന് ഉദ്ദേശിച്ച് വളർത്തിക്കൊണ്ടുവന്നിട്ട് ഒടുവിൽ ലഹരി ഉപയോഗത്തിന്റെ കേസുകൾ ഉണ്ടായി. ആരോപണങ്ങൾ ഉയരുക, പിന്നെ സ്ത്രീത്വത്തെ അപമാനിച്ചതിൻ്റെ പേരിൽ ആരോപണം നേരിടുക. എനിക്ക് ആ മാതാപിതാക്കളോടും ഷൈനോടും സഹതാപമാണ്. കാരണം സെറ്റിൽ കൃത്യസമയത്ത് വരികയും ഒരു നിർമ്മാതാവിനെ ബുദ്ധിമുട്ടിക്കുകയോ ഒന്നും ഷൈൻ ചെയ്തിട്ടില്ല. ഷൈൻ ലഹരി ഉപയോഗിച്ചു, തമാശയ്ക്ക് ഓരോന്നും പറയും. അത് പക്ഷേ അത്തരത്തിൽ പറഞ്ഞപ്പോൾ വിൻസി അലൂഷ്യസ് എന്ന നടിക്ക് ഒട്ടും കംഫർട്ടബിളായി തോന്നിയില്ല. അന്ന് തന്നെ സെറ്റിൽ ഇനി ഇത്തരത്തിൽ ആവർത്തിക്കില്ലെന്ന് പറഞ്ഞതാണ്. പിന്നീട് വിൻസി ഒരു പരിപാടിയിൽ സംസാരിച്ചപ്പോൾ ഇത് പറഞ്ഞത് മാധ്യമങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു. ഇതിനിടയിൽ എ ജയശങ്കർ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോയിൽ പറയുന്നു, മലയാള സിനിമയിൽ താരമൂല്യമുള്ള ഒരു നടൻ, യുവതലമുറയിൽ അഭിനയത്തിൽ അത്ഭുതങ്ങൾ കാണിക്കുന്ന ഒരു നടൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന്. എന്താണ് ഇതിനെതിരെ ആരും ഒന്നും പറയാത്തത്, ആരും മിണ്ടാത്തത്? അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഇത് ഉപയോഗിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജയശങ്കർ പറഞ്ഞത് എനിക്ക് കൃത്യമായി അറിയാം. എന്നിട്ടും ആരും ഒന്നും ശബ്ദിക്കുന്നില്ല. ആ നടൻ്റെ പേര് ഞാൻ പറയുന്നില്ല. ആ നടൻ താരമൂല്യമുള്ള നടനായതുകൊണ്ടാണ് ആരും ഒന്നും സംസാരിക്കാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് കിട്ടിയാൽ അദ്ദേഹം ലഹരി ഉപയോഗിച്ച് ഇത്തിരി വൈകിയാലും ഒരു ദിവസം വന്നില്ലെങ്കിലും അവർക്ക് കുഴപ്പമില്ല. ആ പേര് വെച്ച് സിനിമ വലിയ വിലയ്ക്ക് വിൽക്കാം. അതുകൊണ്ട് അയാൾ ലഹരി ഉപയോഗിച്ചാലും ഭാര്യയ്ക്ക് കൂടി ലഹരി വാങ്ങിക്കൊടുത്താലും സഹിക്കുകയാണ് എന്നാണ് പറയപ്പെടുന്നത്. സിനിമയ്ക്കെതിരെ നിരന്തരം പരാതി വരാൻ കാരണം സിനിമയിലെ കുറച്ചു പേർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, ലഹരി ഉപയോഗിച്ചുകൊണ്ട് സെറ്റിൽ മാന്യതയില്ലാതെ നടത്തുന്ന പെരുമാറ്റമാണ്. മലയാളത്തിൽ നിരന്തരം സിനിമയെടുക്കുന്ന ഒരു നിർമ്മാതാവ് ഇപ്പോഴും ആ സിനിമ നടക്കുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം നായകനായി വന്നു, പിന്നീട് ഉപനായകനായി, വീണ്ടും നായകനായി ഒരു നടൻ. തികഞ്ഞ മദ്യപാനിയായിരുന്നു ഇയാൾ. ഇപ്പോൾ ലിവറിന് ഇത്തിരി പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് മദ്യപാനം നിർത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് രാസലഹരിയിലേക്കും കഞ്ചാവിലേക്കുമൊക്കെ കടന്നിരിക്കുകയാണ്.
എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. അദ്ദേഹത്തെ നായകനാക്കി സിനിമയെടുക്കാൻ തീരുമാനിക്കുമ്പോൾ നായക തുല്യമായ മറ്റൊരു കഥാപാത്രത്തിലേക്ക് നമുക്ക് ശ്രീനാഥ് ഭാസിയെ കൊണ്ടുവരാമെന്ന് പറയുന്നു. ശ്രീനാഥ് ഭാസി ആവുമ്പോൾ നന്നായി അഭിനയിക്കും. നിർമ്മാതാവ് പറഞ്ഞു അയാൾ പ്രശ്നക്കാരനാണ്, വരില്ലെന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ നോക്കിക്കോളാം എന്നാണ് അയാൾ മറുപടി പറഞ്ഞത്. തനിക്കും യഥേഷ്ടം ലഹരി ഉപയോഗിക്കാമെന്ന് കരുതിയാണോ ശ്രീനാഥ് ഭാസി തന്നെ വേണമെന്ന് പറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. എന്തായാലും ഷൂട്ട് തുടങ്ങി കുറച്ച് മുന്നോട്ട് പോകുന്നു. ഒരു ദിവസം വൈകിട്ട് 4 മണിയായപ്പോൾ അരമണിക്കൂർ കൊണ്ട് വരാമെന്ന് പറഞ്ഞ് ശ്രീനാഥ് ഭാസി പോയി. മണിക്കൂർ 1 കഴിഞ്ഞു, 4 കഴിഞ്ഞിട്ടും അയാൾ എത്തിയില്ല. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അന്നത്തെ ദിവസം ഷൂട്ട് പാക്ക് ചെയ്യുന്നു. രാത്രി ശ്രീനാഥ് ഭാസി വിളിക്കുന്നത് മലേഷ്യയിൽ നിന്നാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മലേഷ്യയിൽ പോയത് എന്തിനാണെന്ന് പോലും പറയുന്നില്ല. ഈ നിർമ്മാതാവ് പരാതിപ്പെട്ടോ അല്ലെങ്കിൽ ഷൂട്ട് തീർന്നിട്ട് അവനുള്ള പണി കൊടുക്കാമെന്ന് വിചാരിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഞാനീ പറഞ്ഞത് മലയാള സിനിമയിലെ ലഹരി ഉപയോഗിക്കുന്ന യുവതാരങ്ങളുടെ കോമാളിത്തത്തെ പറ്റിയാണ്. ശുദ്ധ പോക്രിത്തരം എന്നാണ് പറയേണ്ടത്. അവനൊക്കെ മലയാള സിനിമയെ നശിപ്പിക്കാൻ നടക്കുകയാണ്. അവരെയൊക്കെ ഒഴിവാക്കാൻ നിർമ്മാതാക്കൾ സ്വയം തീരുമാനിക്കണം. ഇക്കാര്യത്തിൽ എനിക്ക് ഷൈനോട് സഹതാപമുണ്ട്. അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. ഷൈൻ ഇതുവരെ വൈകി വരികയോ സെറ്റിൽ പ്രശ്നമുണ്ടാക്കുകയോ ഷൂട്ട് തടസ്സപ്പെടുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ജയശങ്കർ പറഞ്ഞ ആ താരം ഉൾപ്പെടെ തോന്നുമ്പോൾ വരികയും പോവുകയും ചെയ്യുകയാണ്. ചിലപ്പോൾ ദിവസങ്ങളോളം വരില്ല. ഇവനെയൊക്കെ സഹിക്കേണ്ടി വരുന്ന മലയാള സിനിമയുടെ ഗതികേട് നിർമ്മാതാക്കളുടെ ഗതികേടാണ്. എന്തായാലും ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ മലയാള സിനിമയിൽ ഷൈൻ ടോം ചാക്കോ ഒരു വലിയ ഇരയെ അല്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അദ്ദേഹം. ഷൈൻ ടോം ചാക്കോയേക്കാൾ മുൻനിരയിൽ പ്രഗത്ഭരായി നിൽക്കുന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള നിരവധി നായക നടന്മാരുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട നടനുണ്ട്. അദ്ദേഹത്തിനെതിരെ ആരും ശബ്ദമുയർത്തുന്നില്ല. അദ്ദേഹത്തിനെ സഹായിക്കാൻ എത്തുന്ന മറ്റ് നടന്മാർക്കെതിരെ ശബ്ദമുയർത്തുന്നില്ല. എല്ലാം സഹിച്ചും പുറത്തും സാമ്പത്തികപരമായ ലാഭത്തിന് വേണ്ടി ആ നായക നടന്മാർ നടത്തുന്ന അല്ലെങ്കിൽ ആ നായക നടന്മാർ ലഹരി ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുകയാണ് മലയാള സിനിമാ ലോകം എന്ന ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.